ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. ഏത് മിറാക്കിളിനെ കുറിച്ചാണോ നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്, ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എന്ത് മിറാക്കിളാണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടും നോട്ട്, കോയിൻസ്, ഇതിൻ്റെയൊക്കെ ഇമേജസ്, വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇല്ല എങ്കിൽ ലക്ഷ്മി നാരായണ അതിൻ്റെ ഇമേജസ്, വീഡിയോസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ധനസംബന്ധമായിട്ട് എന്തോ ഒരു വലിയ ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് ഇരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പൈസയുടെ ആ ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്ത് വിഷമമാണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷമം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രശ്നമാണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ആവുന്നതായിട്ട്, അതായത് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് കാരണം ആ ഒരു പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. എന്ന് എൻ്റെ കയ്യിൽ പൈസ വന്നല്ലോ, എൻ്റെ ഇന്ന കാര്യങ്ങൾക്ക് ഈ പൈസ ചിലവാക്കാം, എനിക്കപ്പോൾ ഇനി പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മേൽ എന്തെങ്കിലും രീതിയിലുള്ള കടമോ അല്ല എങ്കിൽ ഉത്തരവാദിത്വമോ ഉണ്ട്, ക്യാഷ് റിലേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നിറവേറ്റാൻ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മേൽ എന്തെങ്കിലും ലോണോ കടമോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് ഇത്ര സമയത്തിനുള്ളിൽ അടച്ച് തീർക്കാം എന്നായിരുന്നു. പക്ഷേ അതിനപ്പുറം, അതായത് നിങ്ങൾ വിചാരിച്ച സമയത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ ആ ഒരു ലോൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ച് വെച്ചത് ഇത്ര മാസം, ഇത്ര വർഷം എടുക്കും എന്നൊക്കെ ആയിരുന്നു കാണും ലോൺ അടയ്ക്കാം. പക്ഷേ അത്രയൊന്നും വർഷമോ മാസമോ എടുക്കാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ലോൺ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവത്തില്ല നിങ്ങളുടെ ആ ഒരു കടത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നിങ്ങളുടെ ആ ഒരു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം മാറുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് പണം വന്നിട്ട് നിങ്ങളുടെ ആ ഒരു കടം വീട്ടുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വർക്കാണോ ചെയ്യുന്ന അതിൽ നിങ്ങൾക്ക് ഒരു പണത്തിൻ്റെ ആഗമനം ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം പണം നിങ്ങളുടെ കയ്യിൽ വരികയും നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ ആ ഒരു ലോണും എല്ലാം നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ധനം നിങ്ങളുടെ കയ്യിൽ വരാൻ വേണ്ടിയുള്ള വഴി ദൈവം സ്വയം ക്രിയേറ്റ് ആക്കും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, ദൈവം അതിനുള്ള വഴി കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ നല്ല സമയം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ ഒരു കുറവും വയ്ക്കാൻ പാടില്ല. നല്ല രീതിയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എന്ത് വർക്കാണോ ഉള്ളത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ മേൽ കഠിനാധ്വാനം ചെയ്യുക. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ വർക്കിൽ മേൽ. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പ് ചെയ്യുന്ന ആളാണ്, വീണ്ടും നിങ്ങൾക്ക് പരാജയം ലഭിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രാവശ്യം. ഇവിടെ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ 9 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ നിന്ന് കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമില്ലേ, അത് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നല്ലതായിട്ട് ചിന്തിക്കുമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതാണ്. അതായത് ഇന്ന് തന്നെ എനിക്ക് കോളോ മെസ്സേജോ വരണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ 9 ദിവസത്തെ കാര്യം ചിലപ്പോൾ 9 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയുടെ മുഖം കാണുമ്പോൾ മനസ്സിലാകും അവർ എന്തുമാത്രം പ്രശ്നങ്ങൾക്കിടയിലാണ് ഉള്ളത്, എന്തൊക്കെ ഉത്തരവാദിത്തമാണ് അവർക്ക് നിറവേറ്റേണ്ടത് എന്ന് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും അവരെക്കുറിച്ച് ചിന്തിക്കത്തില്ല, അവരുടെ ചുറ്റിലുമുള്ള ആൾക്കാരെക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് വേണ്ടിയും ചിന്തിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിയറിൽ നിങ്ങളുടെ വസ്ത്രധാരണ രീതി, നിങ്ങളുടെ മുഖത്ത് ആ ഒരു തിളക്കം, ഇതെല്ലാം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വസ്ത്രധാരണ രീതിയിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മാറുന്നതായിട്ട്, പെരുമാറ്റം ഇതെല്ലാം മാറുന്നതായിട്ട് നിയറിൽ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാറ്റം ഒരിക്കലും നിങ്ങളുടെ അഹങ്കാരമല്ല, ഒരു ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ സെറ്റാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട്. ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പാസ്റ്റിൽ നിന്ന് റിലീസായി വരാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ പാസ്റ്റിലെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും പാസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴത്തെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ മനസ്സിൽ ഒരു സ്ഥിരതയും മാറ്റവും വന്നതായിട്ട്, അതായത് ഇങ്ങനെ ഒരു മാറ്റം, ഞാൻ എൻ്റെ കർമ്മം മോശമാക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ആ ഒരു കർമ്മം മോശമാക്കാൻ പാടില്ല, അങ്ങനൊരു ചിന്താഗതി നിങ്ങളിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നല്ലൊരു ബൗണ്ടറി നിങ്ങൾ സ്വയം സെറ്റാക്കുന്ന റിലേറ്റഡ് ആയിട്ടൊരു മാറ്റം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷെ നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കും വളരെ ബെസ്റ്റ്. അത് നിങ്ങൾ പറയുന്നതിൽ കുറച്ചായിട്ട് പ്രവൃത്തിയിലൂടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി മാറുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ആക്ഷനിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നിങ്ങളുടെ ആ ഒരു വിജയം. ഇവിടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാം നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആക്ഷനിലും ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ഊർജ്ജമാണോ ഉള്ളത് അത് നിങ്ങളുടെ ആക്ഷനിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഉപയോഗം വളരെ കുറച്ചായിരിക്കും ചെയ്യുന്നത്. അതിന് പകരം നിങ്ങളുടെ ആക്ഷനിലൂടെയാണ് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ. ഇതാണ് മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇവിടം വരെ എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വളരെ മോശം പാറ്റേണിലൂടെയാണ് നിങ്ങൾ ഇതുവരെയും എത്തിയത്. ഇനി നിങ്ങൾക്ക് 12 കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മോശം സർക്കിൾ അവസാനിച്ച് ഒരു പുതിയ ഒരു സർക്കിളിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ് എന്നാണ്. ന്യൂ ബിഗിനിങ് നിങ്ങൾക്കുണ്ടാവാൻ പോവുകയാണ് എന്നാണ്. ചില സമയം നമ്മുടെ ലൈഫിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുക. സമയം നേരെയാകുമ്പോൾ എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ച് സമയത്തിന് വിട്ടുകൊടുക്കുക എല്ലാ കാര്യവും. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, പാസ്റ്റിൽ നിങ്ങൾ ഇവരുമായിട്ട് എന്തോ മോശകർമ്മമുണ്ട്, അത് കാരണമാണ് ഈ വ്യക്തി നിങ്ങളെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനിക്കുക നിങ്ങൾ. ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ചില ആൾക്കാർ നെവർ മൈൻഡായിട്ട് പോകും, എന്ത് സംഭവിക്കുകയും സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ നെവർ മൈൻഡായിട്ട് പോകും. ചില ആൾക്കാർ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇവിടെ എന്ത് പ്രശ്നമാണോ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ യൂണിവേഴ്സിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ ബാക്കി പ്രശ്നങ്ങൾ യൂണിവേഴ്സ് നോക്കിക്കോളും. നിങ്ങളുടെ നേരെ അന്യായം എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ നിങ്ങൾക്ക് ന്യായം ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിലെ സിറ്റുവേഷൻസ് എല്ലാം ഒരു സൈഡ് വെച്ച് നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ നിങ്ങളുടെ കർമ്മത്തിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കർമ്മത്തിൽ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിജയം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾക്കുള്ളട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ മോശമാകുന്നത് എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ സമയത്തിൻ്റെ ആ ഒരു ഫേവറായിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പ്രാപ്തമാകുന്നത് അതിനെക്കുറിച്ചായിരിക്കണം കൂടുതൽ ചിന്തിക്കാനായിട്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതെ ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കണം.
ഇവിടെ മോശം ആൾക്കാർ നിങ്ങൾക്ക് നേരെ എന്ത് മോശം ചെയ്താലും അങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ നിങ്ങളുടെ എനർജിയുടെ പ്രഭാവം കാണിക്കാതെ നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, എന്ത് പ്രശ്നമായാലും. അതായത് ഈ വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് ദുഃഖിപ്പിക്കുന്നു, ഈ വ്യക്തിയുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം അങ്ങ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സറണ്ടർ മോഡിൽ ഇരിക്കുക. ഇവിടെ നമ്മുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് സമയമാണ്. സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ സമയം നമ്മളുടെ വാല്യൂവും കൂട്ടുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സമയത്തിന് വാല്യൂ കൊടുക്കുന്നവരാണ് എങ്കിൽ ഒത്തിരി റെസ്പെക്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ആരും വാല്യൂ തരുന്നില്ല, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നാളെ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവരും വാല്യൂ തരുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ വളരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് മോശം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്രമാത്രം പറയുക, എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന്. ചില സിറ്റുവേഷൻസ് കൺട്രോളിന് പുറത്തായി പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമ്മൾ ദൈവത്തിന് സറണ്ടർ ചെയ്യുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 12 നമ്പർ നിങ്ങൾ കാണുമെന്ന്. എന്തെങ്കിലും ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും, അങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടും. ആ സൂചന കിട്ടുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറീസ് സെറ്റാക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇനി ഒരു പാറ്റേണിലും പോയി വീഴാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഓരോ പാറ്റേണും നിങ്ങൾ ഒരേ രീതിയിൽ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറീസ് സെറ്റാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു ഊർജ്ജം വളരെ ആക്റ്റീവിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തിൽ ഒരു ആറ്റിറ്റ്യൂഡോ ഒരു അഹങ്കാര ഭാവമോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പഴയ സെൽഫ് റെസ്പെക്റ്റ് തിരികെ പിടിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആൾക്കാർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പഴയ സെൽഫ് റെസ്പെക്റ്റ് വരുമ്പോൾ. കൂടാതെ ബ്ലൂ കളർ ചിത്രശലഭം നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ചിത്രശലഭം നിങ്ങൾക്ക് ഇമേജ് ത്രൂ, വീഡിയോ ത്രൂ അല്ലെങ്കിൽ റിയൽ ആയിട്ടോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലൈഫ് നിങ്ങളിലെ ആ ഒരു വലിയ ആ ഒരു ഭാരത്തിൽ നിന്ന് നിങ്ങളെ മുക്തരാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഏത് കാര്യം റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത്, ക്യാഷ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട്, പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട്, പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട്, എന്ത് ആയിക്കോട്ടെ ആ ചിന്തയിൽ നിന്ന് നിങ്ങളെ മുക്തരാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ആ ഒരു ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിരിക്കാം. അവരുടെ പഠിത്തം എങ്ങനെയാകും ഫ്യൂച്ചറിൽ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നവരായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഫ്യൂച്ചറിലെ പഠിത്തത്തിന് ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അത് ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടേക്ക് ക്യാഷ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു ചിന്തകളെല്ലാം തനിയെ തന്നെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നല്ലതായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എവിടെയും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. കാരണം ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഡിസ്റെസ്പെക്റ്റ് ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും മനഃപൂർവ്വമായിട്ട് നിങ്ങൾ അവിടെ നിന്നു കൊടുക്കുന്നു ഡിസ്റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. ചില ആൾക്കാർ സ്വയം അവരെക്കുറിച്ച് തന്നെ മോശം പറയുന്നു. അതായത് അവരുടെ ഭാഗ്യം ഇങ്ങനെ ആയിപ്പോയി, നശിച്ച ജന്മമാണ് ഞാൻ, അങ്ങനെയൊക്കെ പറയത്തില്ല ദേഷ്യം വരുമ്പോൾ. അതൊക്കെ സ്വന്തം ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണത്. അതൊരിക്കലും പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ശോഭിക്കാത്ത ചില വാക്കുകളുണ്ട്, അത് നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് നിങ്ങളത് പറയുന്നത് നിർത്തുക. ഇവിടെ എനിക്ക് തോന്നുന്നത് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് മോശം വാക്കുകൾ പറയുന്നു, പിന്നെ ഞാൻ മാത്രം എന്തിനാ എന്നെക്കുറിച്ച് മോശം പറയാതിരിക്കണം, ഞാനും പറയാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങളെക്കുറിച്ച് മോശം വാക്ക് പറയരുത്. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ സമയത്തെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു, പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഡിസ്റെസ്പെക്റ്റ് കൊടുക്കരുത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നല്ല ശബ്ദം മാത്രം യൂസ് ചെയ്യുക എപ്പോഴും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു അതിലല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു അതിലാണ് കാര്യം. എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്താണ് എന്ന്. നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി എനിക്ക് എത്രമാത്രം എനർജി പ്രയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ പ്രയോഗിക്കും. കാരണം നിങ്ങൾ അത്രമാത്രം വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കറിയാം അത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും മോശം വാക്ക് പറയരുത്. എൻ്റെ ഭാഗ്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഭാഗ്യം കെട്ടവളാണ്, ഭാഗ്യം ഇല്ലാത്തവളാണ് എന്നൊക്കെ ഒരിക്കലും പറയാൻ പാടില്ല.
ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നല്ലത് പറയണമെന്നാണ്. ഇവിടെ ഏറ്റവും നല്ല ഒരു ഊർജ്ജം നിങ്ങളുടെ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെയും നിയന്ത്രണത്തിൽ വരത്തില്ല. അങ്ങനെ ഒരു ഊർജ്ജം നിങ്ങൾക്ക് ക്രിയേറ്റ് ആയാൽ പിന്നെ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് ഫ്രീഡം ലഭിച്ചതുപോലെയാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കൊട്ടും തന്നെ സ്വാതന്ത്ര്യമില്ല, ഫ്രീഡം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് എത്ര തന്നെ വിഷമം ഉള്ള സാഹചര്യം വന്നാലും ദൈവം എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് വേണ്ടി ചെയ്യും. അതാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അത് നമുക്ക് ഫ്രീഡം ലഭിക്കുക, അതൊക്കെ ദൈവം തരുന്ന ചില നല്ല കാര്യങ്ങളാണ്. എത്ര തന്നെ മോശം സാഹചര്യം വന്നാലും നമുക്ക് ഒരു ജീവിക്കാൻ വേണ്ടി ഒരു പ്രേരണ തരും അത്. ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ എന്ത് പാപമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവം ഉറപ്പായിട്ടും വിക്ടറി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് പാപം അനുഭവിക്കുന്നത്. അപ്പോൾ ദൈവം അത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകൂ. ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ തെറ്റായിട്ട് സംഭവിക്കത്തില്ല. വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ നിയറിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും. ആ ഒരു ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ടോ ഉപദേശമോ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ആ ഒരു ശരിയായ സമയത്ത് ആരുടെയോ സപ്പോർട്ടോ അല്ലെങ്കിൽ ഉപദേശമോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉള്ളത് ആ ഒരു ടെൻഷൻ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം സ്വയം ഇങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ദൈവം തന്നെ നിങ്ങളോട് പറയാണ്, റിലാക്സ് ആവൂ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലും നിങ്ങളുടെ വർക്കിൻ്റെ മേലും ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു സക്സസ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു സന്തോഷത്തെ ആരുമായിട്ടോ അധികം ഷെയർ ചെയ്യാൻ പോകരുത്. കാരണം നമ്മൾ ആഗ്രഹിക്കും പോലെ ഉള്ള ആൾക്കാരെല്ലാം ഓപ്പോസിറ്റുള്ളവർ, ചിലപ്പോൾ നമ്മുടെ മോശം ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു സന്തോഷം കൂടുതലായിട്ട് ഷോ ചെയ്യാൻ പോകരുത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്തെന്ന് വച്ചാൽ, ഇപ്പോൾ അധികം ആരോടും നിങ്ങൾ ഷോ ഓഫ് ചെയ്യേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന സക്സസ്സിനെ കുറിച്ച് വരാൻ പോകുന്ന സമയം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ കോൾ വരും. അവർ നിങ്ങളോട് ചോദിക്കും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് അവസ്ഥ. അത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ സക്സസ്സോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കോ ഒന്നും തന്നെ അവരോട് പറയരുത്, ഹൈഡാക്കി വയ്ക്കുക. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എല്ലാം ശേഖരിച്ചിട്ട് മറ്റൊരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മറ്റൊരു വ്യക്തി ഏർപ്പാടാക്കിയ ഒരാളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും ആരോടും ഈ ഒരു വരാൻ പോകുന്ന സമയം പറയരുത്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം വാങ്ങിച്ച് മറ്റൊരു വ്യക്തിയോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒന്നും പറയരുത് അവരോട്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ വാണിംഗ് ആയിട്ട് എടുത്ത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വ്യക്തിയുടെ നെഗറ്റിവിറ്റി എന്താണോ നിങ്ങളോട് കാണിച്ച ആ ഒരു കള്ള കാപട്യം പുറത്തു വരാൻ പോവുകയാണ്. അതായത് ഇവരുടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ മുന്നിൽ മറച്ചു വെച്ചാണ് ഒരു മാസ്ക് ഇട്ടതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരാൻ പോകുന്ന സമയം. ഇവിടെ ഏത് രീതിയിലുമുള്ള നെഗറ്റിവിറ്റി ആണെങ്കിലും ബ്ലാക്ക് മാജിക് ആണെങ്കിലും ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് നേരെ ചെയ്യുന്നത് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള കള്ളം പറയുക, ഷഡ്യന്ത്രങ്ങൾ രചിക്കുക നിങ്ങൾക്ക് നേരെ, അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട്. അപ്പോൾ എന്ത് ആണോ ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ചെയ്തത് അത് തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയ ഒരു പ്രശ്നത്തിൽ നിന്ന് സമയം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ മുക്തരാക്കുന്നതായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു സത്യം എന്താണോ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എന്തോ വലിയൊരു ചിന്ത വളരെ ഈസി ആയിട്ട് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു മുഖംമൂടി വെച്ച വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലാവുക, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോകുകയാണ്, ശുഭത വരാൻ പോകുകയാണ്. ഇനി നിങ്ങൾ നല്ല രീതിയിൽ റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങളുടെ തലയിലുള്ള ആ ഒരു ഭാരം അതെല്ലാം മാറി റിലാക്സ് ആയിട്ട് നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാൾ ഏകാഗ്രത ഇല്ല എന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏകാഗ്രത ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇലക്ട്രോണിക് ഐറ്റംസ് നിങ്ങളുടെ വീട്ടിൽ ഇല്ല, ചീത്താവുന്നത് മാറുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നിന് പിറകെ ഒന്നായിട്ട് ചീത്തയാവുമായിരുന്നു. ഇനി അത് സംഭവിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെ നല്ല ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വീട്ടിലൊരു പോസിറ്റിവിറ്റി, കൂടാതെ വീട്ടിലെ സാധനങ്ങളൊന്നും ചീത്താവാതിരിക്കുന്നത്, അതൊക്കെ ഒരു മിറാക്കിളിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കലഹം കുറയുന്നത് വീട്ടിൽ. ഇപ്പോൾ നിങ്ങൾ ഒരു ഹെർമിറ്റ് മോഡിലാണ്, അതായത് ഒറ്റപ്പെട്ട ആ ഒരു മോഡിലാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ വർക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സമയം നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹെർമിറ്റ് മോഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയും ജസ്റ്റിസ് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോഴെല്ലാം ഒന്നുകിൽ ബ്ലൂ കളർ ചിത്രശലഭം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ക്രോയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉടനെ തന്നെ ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സപ്പോർട്ട് കിട്ടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിന് ആളെ വിടുന്നതാണ്. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കർമ്മം നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. എന്നിട്ട് പറയുക, ദൈവമേ, ഞാൻ എടുക്കുന്ന എന്ത് തീരുമാനത്തിലായിക്കൊള്ളട്ടെ അങ്ങയുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ ചെയ്യുന്ന കർമ്മത്തിലാവട്ടെ, അപ്പോൾ അതിലും അങ്ങയുടെ സപ്പോർട്ട് എനിക്ക് കിട്ടണം, എന്നെ നേർവഴിക്ക് നയിക്കണം അങ്ങ് എന്നുള്ള രീതിയിൽ പ്രാർത്ഥന ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ ടീമായി വരുന്നത്. എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.